സംസാരം കേൾക്കുമ്പോഴേ ഉറപ്പാ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. കുഴപ്പമുണ്ടാകാതെ ഒരാൾ പരിക്കേറ്റ് അവിടെ കിടക്കുവോ? അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ എന്തിനാ മെന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അറിഞ്ഞുകൊണ്ട് ഒരു വിനെ വരുത്തി വെക്കണോ? ഇതിന്റെ പേരും പറഞ്ഞ് 4 പോലീസുകാരോടെ കയറി വരിക, പിന്നെ കോടതി കയറി കൂട്ടി നിൽക്കുക. വേണ്ട വേണ്ട, അല്ലേ അനിമോളെ? എടോ രാധമേ, എനിക്ക് അയാളെ കുഴപ്പക്കാരനായിട്ട് തോന്നുന്നില്ല. 20 വർഷം ആർമിയിലുണ്ടായിരുന്ന ഒരാളാ ഞാൻ കണ്ടിടത്തോളം ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ താൻ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഓ, അനിമോൾ എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. ഏതോ ഒരു സ്ട്രേഞ്ചറിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. മേന്ന് പറയാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, പോയിക്കൊള്ളാം. ഏയ്, നിങ്ങൾ ശിവൻ, അതാണ് എൻ്റെ പേര്. ഞാനൊരു ടാക്സി ഡ്രൈവറാ. ആ താഴ്വരൻ എന്നെ ഇവിടെ കൊണ്ടു ശുശ്രൂഷിച്ചു എന്ന കുറ്റത്തിന് നിങ്ങളെ തേടി പോലീസ് വരികയാണെങ്കിൽ അവരോട് ഡീറ്റെയിൽസ് പറയാ ഞാൻ പോയെന്നു. ഈ കാലുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റില്ല, പോയി കിടക്ക്. ജീവൻ രക്ഷിച്ച സാറിനോടും ഒരിട്ട് ചൂടുവെള്ളം നിന്ന വീട്ടുകാരോടുള്ള നന്ദി കൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ആവും. എൻ്റെ വിധി അതാ. നോക്കും എന്നെ ഈ സ്ഥിതി പോകാൻ വിടണ്ട കേട്ടോ. ഐ എം സോറി കേട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റായെടുക്കരുത്. ഇല്ല മാഡം, ആരും പറയുന്നത് തന്നെ നിങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എങ്ങനെയും പോയിക്കോളാം സാർ. മിസ്റ്റർ ശിവൻ, നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് പോകുന്നതും എനിക്ക് തോന്നിയിട്ട് മതി. സാർ, നോ, ഇറ്റ്സ് മൈ ഓർഡർ. ഗോ ഇൻസൈഡ്. അനുചേച്ചി, അനുചേച്ചി കൂവണ്ട, ചേച്ചി വന്നോളും. ഞാൻ കൂവിയില്ലല്ലോ. ഇനി കൂവിയെ തന്നെ താരാ ചോദിക്കാം. ഞാൻ ചേച്ചിന്റെ സെക്രട്ടറിയാ. അങ്ങനെ വെച്ചോ. യു ഗോ മാൻ, യു ഗോ ലേഡി. ലേഡി മാനും മിണ്ടാതിരി. ബിവെയർ ഓഫ് മേജർ അങ്കിൾ. ടണ്ടായ്. കം ഓൺ, കം ഓൺ, കം ഓൺ. റോബർട്ട് വിളിക്കുന്നത് വാടാ. എന്താ ആരാ അത്? അറിയില്ലേ? ഇതാണ് അനുചേച്ചിന്റെ മാരിയമ്മ ഞങ്ങള്. പുളു. എങ്ങനെ അറിയാ? എന്നോട് പറഞ്ഞതല്ലേ. വേണം ചോദിച്ചോക്ക്. അങ്കിളെ, ചേച്ചിന്റെ അങ്കിളെ ആണോ? അതെ അല്ലേ? ഏയ്, എന്താ അത്? കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. വാ വാ. മുത്തു, നീ ചെന്ന് കോഴി എടുക്കുമ്പോഴേക്കും ഞാൻ കൊച്ചമ്മയെ കണ്ടിട്ട് വരാം. നീ വേഗം വരണം, എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. എത്ര? 20? കൊച്ചമ്മേ, കൊച്ചമ്മേ. കട്ട് തന്നെ കള്ളി. നിങ്ങളോ? നിങ്ങൾ ഇവിടെ? എന്നെ പലയിടത്തും കാണും. അത് വിട്. നിന്റെ ഈ സ്വഭാവം ശരിയാണോ ആണോ എന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരും ഒന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്ന കോഴിയെ വാങ്ങുന്നേ. ഓഹോ, അപ്പൊ നാളെ നീ ഇവിടെ കയറി വല്ല പൊന്നും പുണമൊക്കെ മോട്ടിച്ചാലും നീ തന്നെ പറയുമല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന്. ദേ, അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ കള്ളിയൊന്നുമല്ല. ഇന്ന് ഒരു 5 പൈസ ഞാൻ ആരും മോട്ടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ശീലങ്ങൾ തുടങ്ങുന്നത്. എങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഞൊണ്ടിക്കാലൻ. എന്താ ചേട്ടമ്പി, ഇന്ന് കച്ചവടമില്ലേ? ഉണ്ട്, കോഴി എടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തേ. ഗുഡ്. അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വെല്ലിങ് പോവില്ല. കൊടുക്ക്. സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. വേഗം കേറ്.
ഒറ്റപ്പാലത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട് ബന്ധുക്കളായിട്ട്? അങ്ങനെ ആരും എവിടെയില്ല. ഒരു എലിമെന്ററി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ. പാടവും കൃഷിയൊക്കെയായി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാണ് ഉള്ളിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, അതാ കുഴപ്പിച്ചത്. എതിർകക്ഷി പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛൻ്റെ 2ാം വിവാഹത്തിൻ്റെ സദ്യ ഉണ്ടു. അപ്പോ ശിവന്റെ അമ്മ? ദോഷം പറയരുതല്ലോ. വിവാഹത്തിൻ്റെ ആദ്യ അവസാനം ദേഹണ്ണപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു. അവർക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. സൗന്ദര്യമില്ല, പഠിപ്പില്ല, സംഗീതവും ശാസ്ത്രവും അറിയില്ല. പാവം. അടുക്കള ചൂരി പറ്റിച്ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം. പുതിയ ബന്ധത്തില് കുട്ടികളുണ്ടായോ അച്ഛന്? 3 പേര്. അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു. 7ാം വയസ്സിൽ മരിക്കും വരെ അവളെനിക്ക് കൂട്ടായിരുന്നു. അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായി എന്നാ തോന്നുന്നേ. എന്താകുമായിരുന്നു അവളുടെ ജീവിതം? പതുക്കെ പഴങ്കഥകളിലെ പോലെ 2ാനമ്മ ഭരണം ടേക്ക് ഓവർ ചെയ്യുന്നു. അച്ഛൻ അമ്മയെ മറന്നു കഴിഞ്ഞതുപോലെ എന്നെയും. പലഹാരം പങ്കുവയ്ക്കുമ്പോഴും ഉടുപ്പൻ ചായപ്പൻസിലും സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു. ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും. അമ്മയുടെ ഷെയറിൽ കിട്ടിയ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി. പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു മഞ്ഞത്തുള്ളിയിൽ മഴവിൽ പൂവിടും ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എവിടെങ്കിലും ഒന്ന് കയറി പറ്റാൻ കഴിഞ്ഞില്ല? 2ലൊന്ന് അറിയാലോ എന്ന് കരുതി ബോംബെക്ക് വണ്ടി കയറി. അരപ്പട്ടണിയും മലേറിയയും സായുധ വിപ്ലവ ചിന്തകളുമായിട്ട് അവിടെ നിരങ്ങുമ്പോഴാണ് അമ്മയുടെ കത്ത് വരുന്നത്. അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു. രോഗിയായി, ത്രോട്ട് ക്യാൻസർ. 2ാനമ്മ ഇറക്കി വിട്ടെന്നോ മൂപ്പര് ഇറങ്ങി പോന്നെന്നോ രണ്ടും പറയാം. താമസിക്കുന്ന വീടിൻ്റെ ആധാരം കൈ തന്നിട്ട് അമ്മ പറഞ്ഞു വിറ്റ് ചികിത്സിക്കാൻ. സത്യത്തിൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാ, ഇല്ലെങ്കിൽ ഞാനതിന് മുതിരില്ലായിരുന്നു. മരണക്കിടക്കിൽ കിടന്ന് എന്നോട് എന്തെല്ലാമോ പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞു നിന്നു. എനിക്കറിയാം, റിപ്പൻഡൻസ്. മരിച്ചു ഇല്ലേ? അമ്മ അകന്ന ഒരു ബന്ധു വീട്ടിലെ ചായപ്പ് കിടന്ന് അമ്മയും കണ്ണടച്ചു. ജീവിതം നല്ലതൊന്നും കൊടുത്തിട്ടില്ലാത്ത അവർക്ക് ഞാനൊരു യോഗ്യനാണെന്നുണ്ടായിരുന്നു. നടന്നില്ല. എനിക്കും എൻ്റെ ഫ്രീഡമായി, അനാഥത്വത്തിൻ്റെ സ്വാതന്ത്ര്യം. വളരെ വൈകിയാണെങ്കിലും 2ലൊന്ന് അറിയാലോ എന്ന് കരുതി അഭ്യുദയകാംക്ഷികളുടെ നിർബന്ധം സഹിക്ക് വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു. ജാതക ഗുണം, ഞാൻ കുവൈറ്റിൽ കാലുകുത്തിയതും സദ്ദാമിൻ്റെ ആദ്യത്തെ മിസൈൽ വീണതും ഒരുമിച്ച്. ഭാഗ്യത്തിന് എയർപോർട്ടിന് വെളിയിൽ പോകേണ്ടി വന്നില്ല. പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോ ഈ ടൂറിസ്റ്റ് ടാക്സി അതെങ്ങനെ വന്നു? ഒരു തൊഴിലെന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത്, ഡ്രൈവിംഗ്. കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചൻ്റെ ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു. ചാക്കോച്ചൻ ഭീകരനാ. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോവും. പിന്നെ എൻ്റെ നാക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ. ഇനി മേജർ സാറ് പറ, ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക? എന്താ ചെയ്യുക? നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. CI വർമ്മ എന്റെ നാട്ടുകാരനാ, അടുത്ത ഫ്രണ്ടും. നമുക്ക് 2ലൊന്നും അറിയാലോ. അയ്യോ, എന്താ ഇത്? അനിമോളെ ഇത് കണ്ടോ? എന്റെ പൊന്നു രാധം, എന്തിനാ ബഹളം വെക്കുന്നത്? അതിന് മാത്രം ഇവിടൊന്നും ഉണ്ടായില്ലല്ലോ. മേനം സേറിട്ട് വരച്ചില്ലേ ഡോക്ടർ തുടരുതെന്ന് പറഞ്ഞിട്ട്? എടോ രാധമ്മേ, പോട്ടെ, കേസാക്കല്ലേ. ഞാന് എന്തോ ഇരുന്ന് ആലോചിച്ച്. അതിന് മാത്രം എന്താ ഇപ്പൊ ഒരു ടെൻഷൻ? കേക്കട്ടെ. ടെൻഷനൊന്നുമില്ല. ഞാൻ ശിവന്റെ കാര്യം ചിന്തിക്കുകയായിരുന്നു. എന്തോ അറിയാത്തൊരു ആത്മബന്ധം അവനോട് തോന്നുന്നു. ശരിയാട്ടോ, ആദ്യം കാഴ്ചക്ക് ഇത്തിരി മൊശടനാണെന്ന് തോന്നിയെങ്കിലും കഥയൊക്കെ കേട്ടപ്പോ നമ്മുടെയൊക്കെ തറവാട്ടിലുള്ള ഏതോ കുട്ടിയാണെന്ന് തോന്നുക. മീനാക്ഷി ഓപ്പുവിന്റെ മോൻ ചന്ദ്രനെ ഓർമ്മ വരുന്നത്. ഒരു ചായയല്ലേ? എനിക്കങ്ങനല്ല തോന്നിയത്. നമ്മുടെ നല്ല പ്രായത്തിലൊരു മകൻ പിറന്നിരുന്നെങ്കിൽ ഇത്രയാവില്ലായിരുന്നു. എന്താ ഒന്ന് ഇരുണ്ടല്ല അപ്പോഴേക്കും? നമ്മുടെ അനിമോളുള്ളപ്പോൾ എന്തിനാടോ ഈ ദുഃഖം? ഒരുപാട് മക്കളുടെ സ്നേഹം അവൾ നമുക്ക് തരുന്നില്ലേ? കേട്ടിടത്തോളം ആ കഞ്ചാവ് റാക്കറ്റാണ് ഇതിന് പിന്നിലും തോന്നുന്നു. ദൊഡ്ഡപ്പെട്ടയുടെ ടോപ്പിലെവിടെയോ അവർക്കൊരു ഡെന്നുണ്ട്. 1-2 വട്ടം സെർച്ച് ചെയ്തിട്ടും യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. അന്ന് രാത്രി ശിവന്റെ കാറ് പിന്തുടർന്നത് ഇവിടുത്തെ പോലീസല്ലേ? അല്ല, അത് സെൻട്രൽ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഞങ്ങളുടെ വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു അറ്റൻഡ് നടത്തിയതായിരുന്നു. എന്താ നിങ്ങളുടെ പരിപാടി? ഇവിടെ തന്നെ കാണുമോ അതോ തിരിച്ചു പോകുന്നോ? വണ്ടിയില്ലാതെ അങ്ങോട്ട് ചെന്നാ
ഒക്കൂല സർ. ഉം. എന്റെ കാറിന്റെ കാര്യം നമുക്ക് അന്വേഷിക്കാം. അതും കൊണ്ട് അവരധിക ദൂരമൊന്നും യാത്ര ചെയ്യാൻ ചാൻസ് ഇല്ല. മിക്കവാറും വഴിയിൽ ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത. ഇത്രയും ദിവസമായിട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലല്ലോ സർ. ഇപ്പോഴല്ലേ കംപ്ലൈന്റ് കിട്ടിയത്. ഇനി ഞങ്ങൾ അന്വേഷിക്കാം. വർമ്മ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ അറിയിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ തന്നെ വഴിയൊന്നും കാണുന്നില്ല ഈയിടെ. വരാടോ, ഇവിടെ ഓരോ പ്രോബ്ലംസ്. ശരി. ശരി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ചാക്കോച്ചനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പഴനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ അവിടെ നിന്നാ സംസാരിക്കുന്നതെന്നാ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരുമെന്നും കൂടെ കാച്ചിട്ടുണ്ട്. സത്യം അയാളോട് തുറന്നു പറയായിരുന്നില്ലേ? ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. വണ്ടി പോയി നിറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അയാൾ പറന്ന് ഇവിടെ എത്തും. പിന്നെ എല്ലാം നിലത്ത് നിർത്തുകയില്ല. അത് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കാറിന്റെ ഒരു വിവരം കിട്ടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. എന്താടോ രാധമേ? പിന്നല്ലാതെ. ഇതെന്താ സാർ ഈ വാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? അത് മേനന്റെ ഓരോ ഐഡിയാസ്. അതിൽ കോഴികളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിരുന്നു. ഞാനല്ല കേട്ടോ, ഒരു ജോലിക്കാരൻ പയ്യനുണ്ടായിരുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയതാ. പിന്നീട് അവൻ അല്പസ്വല്പം വെട്ടിപ്പ് തുടങ്ങി, കൈയോടെ പിടിച്ചു പറഞ്ഞയച്ചു. ഫാൻ അന്ന് ഒട്ടി കിടപ്പ. തുരുമ്പെടുത്ത് നശിക്കും മുമ്പ് അങ്ങോട്ട് വിൽക്കായിരുന്നു. എന്റെ വിശ്വാസമാണെങ്കിൽ ആ ജോലി ഞാൻ തുടരാം. വെറുതെ ഇവിടെ താമസിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ ആവുമ്പോ എനിക്കൊരു ജോലിയായി. ഏയ്, ശിവനൊന്നും പറ്റിയതല്ലത്. മാർക്കറ്റിൽ പോയി എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല. അധ്വാനിച്ച് ജീവിക്കണമെന്നല്ലേ ഉള്ളൂ. ഇതൊരു ക്രൈമൊന്നും അല്ലല്ലോ സാർ. എന്താ രാധമേ? ശിവന് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അല്ല, ഞാൻ ആറ്റിറ്റ്യൂഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അനിമോൾ അവിടെ? ഇനി അവളോട് ചോദിച്ചില്ല എന്ന് വേണ്ട. മുറി അടച്ചിരിപ്പ. എന്തു പറ്റി? ഇന്ന് ഡൽഹിയിൽ നിന്ന് അവളുടെ അമ്മയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പാരന്റ്സ് ഡൽഹിയിലാ. അവൾ എൻ്റെ സഹോദരിയുടെ മോളാ. മകളെന്ന് പറഞ്ഞാ ഇവളൊരുത്തേ ഉള്ളൂ. പക്ഷേ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട സ്നേഹം അവൾ ഞങ്ങൾക്കാ തന്നത്. കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഇവിടെയും തോളിലാണ് അവൾ വളർന്നത്. എഴുത്തിലെന്താ വിശേഷിച്ച്? ഞാൻ ചോദിച്ചില്ല. ലെറ്റർ വായിച്ചപ്പോൾ തൊട്ട് കുട്ടിയുടെ മോൻ വാടിയിരിക്കണു. എത്രയും വേഗം തിരിച്ചെത്താനായിരിക്കും. അത് പിന്നെ ഈ ചക്രവണ്ടി സ്റ്റാർട്ട് ചെയ്താ പിന്നെ പിയാനോ നോട്ട് കേൾക്കൂ. എന്താ കളിയാക്കുക? അയ്യോ അല്ല, കാര്യായിട്ടാ. കുന്തം, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വരട്ടെ, ശരിക്കും വരട്ടെ. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാവത്തിന്റെ പുറത്തോട്ട് ചൊരിയുക. അപ്പൊ കുറച്ച് റിലീഫ് കിട്ടും. അല്ലാതെ ടെൻഷൻ ഉള്ളി ഒതുക്കി വെച്ചാ പാവ ഹൃദയം ബുദ്ധിമുട്ടി പോകും. എന്ത് ടെൻഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്തോ എഴുത്ത് വന്നെന്നോ പോകാനിട്ടവല്ലെന്നോ എന്നൊക്കെ ഞാനും കേട്ടു. ആയിക്കോട്ടെ, ദാറ്റ്സ് നോട്ട് ഓഫ് യുവർ ബിസിനസ്. യെസ്. അപ്പൊ ലൈനില്ല. ഓടാ അവിടുന്ന്, പിള്ളേർ വെള്ളമല്ല. കുട്ടികൾ തിരിച്ചുപോയി. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല. എന്ത് പറ്റി? നല്ല മൂഡിലല്ലോ. അത് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ലീവ് മീ അലോൺ. ഏയ്, അത് ശരിയല്ലല്ലോ. തനിച്ചാവുമ്പോ നമുക്ക് തോന്നും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലുതെന്ന്. അതിനെ മറികടക്കാൻ പല വഴികളുണ്ട്. അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഈ അറിയാ പ്രപഞ്ചത്തിൽ മനുഷ്യനും അവന്റെ നിസ്സാരങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും. പ്ലീസ്, നിങ്ങൾ നിർത്താമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ജീവിതത്തിന്റെ നിരർത്ഥകത. എനിക്ക് വയ്യ. എന്തേ? ശരി, അങ്ങോട്ട് കടക്കുന്നില്ല. പറയൂ, എന്താണ് അനിതയുടെ പ്രോബ്ലം? എവിടെയാണ് പിഴച്ചത്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് ഗുണം? പരിഹാരം ഒന്നും നിർദ്ദേശിക്കാൻ ഉണ്ടാവില്ലെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാവാൻ കഴിയും. കാരണം ഒരുപാട് ജീവിതം കണ്ടു പോന്നവനാ ഞാൻ. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ. അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി, പേരിന്റെ കൂടെ IAS എന്ന 3 അക്ഷരം. അമ്മ പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കേൾക്കുമ്പോ എന്താ, തികഞ്ഞ യോഗ്യന്മാര്. പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിന്റെയാ. എന്താണെന്നറിയില്ല. കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ
ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ കളിപ്പാട്ടങ്ങളും. അതുതന്നെയാണ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത്. അരുൺ നായർ. എന്താ അയാൾക്കൊരു കുറവ്? എഡ്യൂക്കേറ്റഡ് അല്ലേ, ഗുഡ് ലുക്കിംഗ് അല്ലേ? എല്ലാറ്റിലും കൂടുതൽ. ഡു യു നോ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം? എ ബോയ് ഓഫ് ഹിസ് ഏജ്? ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എൻഗേജ്മെന്റ് റിംഗ്. എൻ്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണ്ണമോതിരത്തിൻ്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് ലിവിംഗ് റൂമിലിരിക്കാം. താൻ എന്നെ വല്ലാതെ വിഡ്ഢിയാക്കുന്നുണ്ട്. മാരേജിന് മുമ്പ് ആ എക്സ്റ്റെൻഡ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് തരില്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അരുൺ, ബിഹേവ് യുവർ സെൽഫ്. വാശി കയറ്റുക, അരുണിനെ വാശി കയറ്റുക. അനിത